വെള്ളാങ്കല്ലൂരിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് ഗർഭിണി ജീവനൊടുക്കി. കാരുമാത്ര സ്വദേശി നൌഫലിന്റെ ഭാര്യ ഫസീലിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്നത് പകൽക്കൊള്ള. പ്രീമിയം പാർക്കിംഗ് എന്ന പേരിൽ ഈടാക്കുന്നത് കഴുത്തറുപ്പൻ ഫീസ്. ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകും. ഭരണപ്രതിപക്ഷ പോരിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കൌൺസിൽ യോഗ സ്തംഭനം തുടർക്കഥയാകുന്നു. തർക്കത്തെ തുടർന്ന് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് നഗരവികസനവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് വിഷയങ്ങൾ. മുളയം കൂട്ടാലയിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതിയുടെ മൊഴി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിലെ ക്രമക്കേട്. സെക്രട്ടറി ജിജേഷിനെ സസ്പെൻഡ് ചെയ്തു. കർഷകർക്ക് നൽകുവാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുവാനും തുക സെക്രട്ടറിയിൽ നിന്നും ഈടാക്കുവാനും ഭരണസമിതി തീരുമാനം. അകമലയിൽ കടുവയെ കണ്ടെന്ന അഭ്യൂഹം. വനം വകുപ്പ് സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. നമസ്കാരം. വാർത്തകൾ വിശദമായി. കരുപ്പടന്ന നെടുംകാണത്ത് ഭർത്തൃപീഡനത്തെ തുടർന്ന് ഗർഭിണി ജീവനൊടുക്കി. തൃശൂർ വെള്ളാംകല്ലൂർ കാരുമാത്ര സ്വദേശിനി നൌഫലിന്റെ ഭാര്യ 23 വയസ്സുള്ള ഫസീലിയെയാണ് ഭർത്തൃവീട്ടിൽ ചൊവ്വാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് നൌഫലിനെയും ഭർത്തൃമാതാവ് റംലയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 10 മാസം പ്രായമുള്ള കുട്ടിയുടെ അമ്മയാണ് ഫസീല. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്തൃമാതാവ് ഉപദ്രവിച്ചുമെന്നും യുവതിയുടെ വാട്സ്ആപ്പ് ചാറ്റ് സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അബ്ദുൾ റഷീദിന്റെയും സഖീനയുടെയും മകളാണ് ഫസീല. 17 മാസം മുൻപാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. ഭർത്താവൊക്കെ ചവിട്ടുന്നുണ്ട് രാത്രി. അതിൻ്റെ പേര് ഞാൻ മരിക്കാൻ വേണ്ടി പോകുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യലെന്ന് ഇതറിഞ്ഞിട്ടാണ് ഞാൻ ഓടി അവസ്ഥ ഞാൻ എൻ്റെ ഭാര്യ. അപ്പോൾ കഴിഞ്ഞ് തല കറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഞാനങ്ങനെ ഉടനെ മോഡേൺ ഹോസ്പിറ്റലിൽ വന്നു. വന്നിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് മരിച്ച് കഴിച്ചിൽ പാടുണ്ടെന്ന് പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്നത് പകൽക്കൊള്ള. പ്രീമിയം പാർക്കിംഗ് എന്ന പേരിൽ ഈടാക്കുന്നത് കഴുത്തറുപ്പൻ ഫീസ്. ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകും. ജൂലൈ 19 തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിൽ ബൈക്ക് വെച്ച് 21 എടുത്ത ഒരു യാത്രക്കാരനിൽ നിന്നും 845 രൂപയാണ് പാർക്കിംഗ് ഫീ ആയി ഈടാക്കിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് നിരക്ക് മെയ് ജൂൺ മാസങ്ങളിൽ 2 ഘട്ടമായി അമിതമായി വർദ്ധിപ്പിച്ചിരുന്നു. വാഹന പാർക്കിങ്ങിന് കൂടുതലായി ഒരു സൗകര്യവും നൽകാതെ പ്രീമിയം എന്ന പേരിൽ വൻ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. അനേക വർഷങ്ങളായി തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന്റെ എതിർവശത്ത് ഇരുചക്രവാഹനങ്ങൾക്കും കാറുകൾക്കും മിതമായ നിരക്കിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പ്രീമിയം പാർക്കിംഗ് എന്ന ബോർഡ് സ്ഥാപിച്ച് കഴുത്തറപ്പൻ നിരക്കാണ് ഈടാക്കുന്നത്. പ്രതിഷേധ സൂചകമായി യാത്രക്കാർ ഈ ബോർഡ് കീറി മുറിച്ചിട്ടുണ്ട്. പ്രധാന കവാടത്തിനരികിൽ പാർക്ക് ചെയ്യാം എന്നത് മാത്രമാണ് പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഴ പെയ്താൽ വെള്ളക്കെട്ടും കുഴികളും നിറയെ ചളിയുമാണ് പ്രീമിയം പാർക്കിങ്ങിൽ. സാധാരണ നിരക്കിൽ പാർക്ക് ചെയ്യുവാൻ ഇവിടെ അനുവാദമില്ല. അതിന് അകലെയുള്ള പാർക്കിംഗ് ഏരിയയിൽ സ്ഥലം കണ്ടെത്തണം. ബൈക്കിന് അവിടെ 24 മണിക്കൂറിന് 30 രൂപ ഉള്ളപ്പോൾ പ്രധാന കവാടത്തിന് സമീപമുള്ള പ്രീമിയം പാർക്കിങ്ങിൽ 11 ഇരട്ടിയിലധികം തുകയായ 345 രൂപ നൽകണം. മെയ് മാസത്തിൽ തന്നെ റെയിൽവേ അധികാരികൾക്ക് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ പരാതി നൽകിയെങ്കിലും മറുപടി പോലും ലഭിച്ചില്ലെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഒരു ദിവസത്തേക്ക് പരമാവധി 30 രൂപയാണ് പാർക്കിങ്ങിന് മേടിച്ചിരുന്നത്. ഇപ്പോൾ പ്രീമിയം പാർക്കിംഗ് ഏരിയ എന്ന് ഒരു ബോർഡ് വെച്ചിട്ട് വലിയ ഒരു തുകയാണ്. അതായത് ബൈക്ക് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിന് 345 റുപ്യ മേടിക്കുന്ന ഒരു സംവിധാനം കഴിഞ്ഞ മാസം മുതൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. സാധാരണ ട്രെയിനിൽ പോകുന്നവര് വളരെ തിരക്ക് പിടിച്ചു പോകുന്നവരായിരിക്കും. അവർ പെട്ടെന്ന് വന്ന് ബൈക്ക് വെച്ച് ട്രെയിനിൽ കയറി പോകേണ്ടവരായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ സമയം കിട്ടില്ല. ഇത് മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കൊള്ള തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ റെയിൽവേ ജനറൽ മാനേജർക്ക് പരാതി കൊടുത്തിരുന്നു. പക്ഷെ ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനെതിരെ എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കണം. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ജനങ്ങൾക്ക് സമയബന്ധിതമായി വിവരങ്ങൾ ലഭ്യമാക്കാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേണമെന്ന നിയമം ഉണ്ടെങ്കിലും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരമൊരു ഉദ്യോഗസ്ഥൻ ഇല്ല. അതിനാൽ വിവരാവകാശ നിയമപ്രകാരം റെയിൽവേ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്നും 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ യോഗം ചൂണ്ടിക്കാട്ടി. നീതീകരണമില്ലാതെ വർദ്ധിപ്പിച്ച അമിത നിരക്കുകൾ
ഉടൻ പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. TCV തൃശൂർ. ഭരണപ്രതിപക്ഷ പോരിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കൗൺസിൽ യോഗ സ്തംഭനം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പൂർണ്ണതോതിൽ കൗൺസിൽ യോഗം നടക്കാറില്ല. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം യോഗം തടസ്സപ്പെടുത്തുന്നതും അജണ്ടകൾ ചർച്ച കൂടാതെ പാസാക്കി ഭരണപക്ഷം ഇറങ്ങിപ്പോകുന്നതും പതിവായിരിക്കുകയാണ്. നഗരവികസനവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് വിഷയങ്ങളാണ് ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. നഗരസഭാ റിവിഷൻ ഫണ്ട് വകയിരുത്തുന്നതിൽ പ്രതിപക്ഷ വാർഡുകളോട് വിവേചനം പുലർത്തുന്നുവെന്നാരോപിച്ചാണ് BJP കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തിവരുന്നത്. അജണ്ടകൾ മാറ്റിവെച്ച് പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണ് BJPയുടെ ആവശ്യം. എന്നാൽ അജണ്ടകൾ പൂർത്തിയായ ശേഷം ചർച്ചയാകാമെന്ന നിലപാടാണ് ഭരണപക്ഷമായ LDF സ്വീകരിക്കുന്നത്. എന്നാൽ വിവാദ വിഷയം ചർച്ച ചെയ്യാൻ ഇരുപക്ഷവും തയ്യാറാകുന്നില്ലെന്നതാണ് വാസ്തവം. യോഗങ്ങൾ ബഹളത്തിൽ കലാശിക്കുമ്പോൾ നഗരസഭാ കൗൺസിലിന്റെ ഉത്തരവാദിത്തം എന്തെന്നത് ഭരണപ്രതിപക്ഷങ്ങൾ മറന്നുപോകുകയാണ്. റിവിഷൻ ഫണ്ടിലുള്ള വിവേചനം, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് കൊടുക്കാത്തൊരു വിവേചനമുണ്ട്. അപ്പൊ ആ വിഷയം ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാണ്ട് 14 ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു കോലാഹലവും തല്ലും കുത്തുമ്പകളോ ഒച്ചപ്പാടുമ്പകളോ ഒക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞത്. ആ വിഷയം ഉണ്ടായി. 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നലെ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ വീണ്ടും കൂടുന്നത്. ഈ 14 ദിവസം ഉണ്ടായ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണ കക്ഷിയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെയും കക്ഷി നേതാക്കളെയും വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഞങ്ങൾ അപ്പൊ അവർക്ക് ഭരണപക്ഷത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങളുണ്ടാവും. മേലാവർത്തിക്കില്ലെന്നാണ്, അടുത്ത തവണ വരുമ്പോൾ തരാന്നോ എല്ലാം പറഞ്ഞ പ്രശ്നം അവസാനിപ്പിച്ചിട്ടായിരിക്കണമായിരുന്നു ഇന്നലെ കൗൺസിൽ തുടങ്ങണ്ട. 2 ആഴ്ച മുൻപ് നഗരസഭാ യോഗത്തിലുണ്ടായ പ്രതിഷേധം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു. നിലവിലുള്ള നഗരസഭാ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ സുഗമമായ കൗൺസിൽ യോഗങ്ങൾ അപൂർവമാണ്. പ്രതിഷേധമാണ് പ്രതിപക്ഷ ധർമ്മമെന്ന് കരുതുന്ന BJPയും പ്രതിപക്ഷ വിരുദ്ധത മുഖമുദ്രയാക്കിയ LDFും വികസനത്തെ തകിടം മറിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയാണ്. കോൺഗ്രസിന് ഏക കൗൺസിലറായതിനാൽ ഗ്യാലറിയിലിരുന്ന് കളി കാണുക മാത്രമേ നിവർത്തിയുള്ളൂ. രാഷ്ട്രീയം മാത്രം മുൻനിർത്തി കൗൺസിലർമാർ പോരടിക്കുമ്പോൾ പരാജയപ്പെടുന്നത് നാട്ടുകാരാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മുളയം കൂട്ടാലയിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. മുളയം സ്വദേശി മുത്തേടത്ത് സുന്ദരനെയാണ് കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിലാക്കി വിജനമായ പറമ്പിൽ ഉപേക്ഷിച്ചത്. കൊലപാതകത്തിന് ശേഷം മുങ്ങിയ പ്രതി സുമേഷിനെ പുത്തൂരിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പിടികൂടിയത്. കഴുത്തിലെ സ്വർണമാലയ്ക്ക് നിരന്തരം പിതാവിനോട് പണം ചോദിച്ച് സുമേഷ് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇന്നലെ സുന്ദരനുമായി തർക്കം ഉണ്ടാവുകയും മാല ആവശ്യപ്പെടുകയും ചെയ്തു. മാല നൽകാതായതിനെ തുടർന്ന് പട്ടിക കൊണ്ട് തലക്കടിച്ച് എന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം. പിന്നീട് കൈയും കാലും കെട്ടി ചാക്കിലാക്കി പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മാല പണയം വെച്ചതായും പോലീസിന് സുമേഷ് മൊഴി നൽകി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കർഷകർക്ക് നൽകുവാനുള്ള പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയ എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘം സെക്രട്ടറി TA ജിജേഷിനെ സസ്പെൻഡ് ചെയ്തു. കർഷകർക്ക് നൽകുവാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുവാനും ജിജേഷ് തിരിമറി നടത്തിയ തുക ഇയാളിൽ നിന്ന് ഈടാക്കുവാനുമുള്ള നിയമ നടപടി സ്വീകരിക്കുവാനും ക്ഷീരസംഘം ഭരണസമിതി യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് PC അബാൽമണി അറിയിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത്. സൊസൈറ്റിയിൽ പാൽ അളക്കുന്ന കർഷകർക്ക് നൽകേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് സെക്രട്ടറി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിമറി നടത്തിയത്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് പ്രതിഷേധിച്ചിരുന്നു. അകമലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ട സ്ഥലത്തെ നിരീക്ഷണ ക്യാമറകൾ വനം വകുപ്പ് പരിശോധിച്ചു. കടുവയുടെ സാന്നിധ്യം വനം വകുപ്പ് സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറകളിൽ കണ്ടെത്താനായില്ല. എന്നാൽ 2 ദിവസവും ക്യാമറയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തി. അകമല വെള്ളാംകുണ്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ പറമ്പിലാണ് 2 ദിവസം മുൻപ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. തുടർന്ന് ഇവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം കടുവയുടെ സാന്നിധ്യം കണ്ടില്ലെന്ന് വനം വകുപ്പ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് വിനോദ് പറഞ്ഞു. മണ്ണുത്തി ദേശീയപാത 6-ാം കല്ലിൽ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരൻ കാറിടിച്ച് മരിച്ചു. മുളയത്ത് വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി മേലക്കുള വീട്ടിൽ 49 വയസ്സുള്ള ഷാജി കുമാറാണ് മരിച്ചത്. പാലക്കാട് ദിശയിലേക്ക് പോകുന്ന കാറാണ് ഇടിച്ചത്. അപകടത്തെ തുടർന്ന് വാഹനം നിർത്താതെ പോയി. മണ്ണുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു.
കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞ് അപകടം. കാർ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെങ്ങാലൂർ സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ അജിത് സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അജിത്തിനെ പുറത്തെത്തിച്ചു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ക്രെയിൻ എത്തിച്ചാണ് കാർ പുറത്തെടുത്തത്. പാലയൂർ കിക്കിരിമുട്ടം നഗറിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് അപകടം. മതിലുകൾ തകർന്നു. വിവാഹാഘോഷത്തിന് പോവുകയായിരുന്ന ഗുരുവായൂർ പടിഞ്ഞാറേനട ഗാന്ധിനഗർ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലയൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ടതോടെ മതിലുകൾ ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആളപായമില്ല. ചിങ്ങനാത്ത് അബ്ദുൾ അസീസ്, മാലിക്കുളം ഖാദർ ഷെരീഫ് എന്നിവരുടെ മതിലുകളാണ് തകർത്തത്. നിരവധി കേസുകളിലെ പ്രതിയെ രണ്ടാം തവണയും കാപ്പ ചുമത്തി തടങ്കലിലാക്കി. അഞ്ചേരിച്ചിറ സ്വദേശി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ വിജേഷിനെയാണ് തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റ് കരുതൽ തടങ്കലിലാക്കിയത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വധശ്രമം, വാഹനമോഷണം, കവർച്ച തുടങ്ങി 10ഓളം കേസുകളിൽ പ്രതിയാണ് വിജേഷ്. മണലൂർ നിയോജക മണ്ഡലത്തിലെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ നൽകുന്നതിനായുള്ള പട്ടയമേള വാടാനപ്പള്ളിയിൽ നടന്നു. പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. MLA മുരളി പെരുന്നല്ലി അധ്യക്ഷത വഹിച്ചു. ചട്ടങ്ങളും നിയമങ്ങളും മനുഷ്യരെ സഹായിക്കുന്നതാകണമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC പ്രസാദ്, KK ശശിധരൻ, ലതി വേണുഗോപാൽ, ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ PM മുഹമ്മദ്, ബെന്നി ആന്റണി, AV വല്ലഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടയം കൈമാറുന്നത് ടോക്കൺ വാങ്ങിയ തൃശൂർ കുറ്റിപ്പുറം പാത സഞ്ചാരയോഗ്യമാക്കി ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP അടാട്ട് പഞ്ചായത്ത് കമ്മിറ്റി പുഴയ്ക്കലിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. BJP അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് അടാട്ട് അധ്യക്ഷത വഹിച്ചു. UG അഭിലാഷ്, ബിജീഷ്, ഭാസ്കരൻ, KS വിശ്വംഭരൻ, PV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ ബൈറോഡുകൾക്കുള്ള കൊളങ്ങാട്ടയുടെ പാലം ബോധമുണ്ടായിരുന്നുവെങ്കിൽ ആ കൊളങ്ങാട്ടയുടെ പാലം കൃത്യമായിട്ട് കന്യാസ്ത്രീകളെ ജയിലിലടച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മമ്മിയൂർ കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ KP ഉദയൻ, PV ബദറുദ്ദീൻ, KV സത്താർ, ബാലൻ വാറനാട്ട്, MS ശിവദാസ്, KM ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രി ജീവനക്കാർ ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. KV വിനോദ് അധ്യക്ഷത വഹിച്ചു. സേതു തിരുവെങ്കിടം, KF ഡേവിസ്, ജെയിംസ് റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ അവർക്ക് ESI പരിധി കഴിഞ്ഞു. ESIയുടെ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചികിത്സാ ജീവനക്കാർക്ക് അസുഖമുണ്ടായി കഴിഞ്ഞാൽ ESIയുടെ പല മാനേജ്മെന്റുകളും അതിനകട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കാതെ അവർക്കെതിരെ ബുദ്ധിമുട്ടി ജീവിക്കട്ടെ എന്നാണ് അവർ പല മാനേജ്മെന്റുകളും പറയുന്നത്. പരിശുദ്ധപരമായ സമീപനം സ്വീകരിക്കാതെ ചില ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ. കുന്നംകുളം കക്കാട് വാദ്യകലാ ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ കക്കാട് പുരസ്കാരം തായമ്പക വിദഗ്ധൻ പോരൂർ ഉണ്ണികൃഷ്ണൻ മാരാർക്കും, കലാചാര്യ പുരസ്കാരം ചെണ്ട വിദഗ്ധൻ ശുഗപുരം രാധാകൃഷ്ണനും സമ്മാനിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവും അടങ്ങുന്നതാണ് പുരസ്കാരം. കക്കാട് വാദ്യകലാ ക്ഷേത്രത്തിന്റെ 25ാമത് വാർഷിക സമ്മേളനത്തോടു അനുബന്ധിച്ചാണ് ആഗസ്റ്റ് 10-ന് കുന്നംകുളം സെന്റ് ജോൺസ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നത്. കക്കാട് പുരസ്കാരത്തിന് പുറമെ പഞ്ചവിംശതി പുരസ്കാരം തിരുവല്ല രാധാകൃഷ്ണൻ, കോട്ടപ്പടി സന്തോഷ് മാരാർ, ഏഷ്യാട് ശശി മാരാർ, കീഴൂട്ട് നന്ദനൻ, മച്ചാട് മണികണ്ഠൻ എന്നിവർക്കും സമ്മാനിക്കും. തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വാദ്യകലാക്ഷേത്രം പ്രസിഡന്റ് കക്കാട് രാജപ്പൻ മാരാർ, സെക്രട്ടറി K സുരേഷ് കുറുപ്പ്, ജനറൽ കൺവീനർ മധു K നായർ, ട്രഷറർ MK ബിജു മാരാർ, ജോയിന്റ് കൺവീനർ വിഷ്ണു വടക്കേക്കാട് എന്നിവർ പങ്കെടുത്തു.
വെള്ളിക്കുളങ്ങര ചൊക്കന റോഡരികിൽ വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിൽ നടപടിയായില്ല. 11 kV ലൈനിലേക്ക് മരങ്ങൾ വീഴുന്നത് നിത്യസംഭവമാണ്. ശാസ്താംപൂവം കാരിക്കടവ് ആദിവാസി ഉന്നതികളിലേക്കും ചൊക്കന നായാട്ടുകുണ്ട മലയോര ഗ്രാമങ്ങളിലേക്കും വൈദ്യുതി എത്തിക്കുന്ന 11 kV ലൈൻ കടന്നുപോകുന്നത് വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലൂടെയാണ്. റോഡരികിലെ സ്വകാര്യ ഭൂമിയിലും വനഭൂമിയിലുമുള്ള മരങ്ങളാണ് ഇവിടെ ഏത് സമയവും വൈദ്യുതി ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത്. പത്തരക്കുണ്ട് ഭാഗത്താണ് ഇത്തരത്തിൽ മരങ്ങൾ കൂടുതലായി നിൽക്കുന്നത്. കാറ്റിലും മഴയിലും മരങ്ങൾ വീണ വൈദ്യുതി ലൈനിൽ തകരാറുണ്ടാകുന്നതുമൂലം ചൊക്കന തോട്ടം മേഖലയിലും ആദിവാസി ഊരുകളിലും താമസിക്കുന്നവർക്ക് ഇരുട്ടിൽ കഴിയേണ്ടി വരാറുണ്ട്. മൊബൈൽ ഫോണിന് പൊതുവെ റേഞ്ച് കുറവായി ഇവിടെ വൈഫൈ മുഖേനയുള്ള ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തിയാണ് പുറം ലോകത്തുള്ളവരുമായി ബന്ധപ്പെടുന്നത്. വൈദ്യുതി നിലച്ചാൽ ഇതിന് കഴിയാതെ വരും. കാട്ടാന ശല്യമുള്ള മേഖലയായതിനാൽ വൈദ്യുതി ഇല്ലാത്ത രാത്രികളിൽ പ്രദേശവാസികൾ ഭീതിയോടെയാണ് കഴിച്ചുകൂട്ടുന്നത്. ഈ പ്രദേശത്ത് അപകടകരമായി സ്വകാര്യ വ്യക്തികളുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നിരവധി മരങ്ങൾ ലൈനിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. കാറ്റത്തെ മരങ്ങൾ വീണ് ചിലപ്പോൾ 2 ദിവസം വരെ ഈ പ്രദേശത്ത് ജനങ്ങൾ ഇരുട്ടിലാണ്. വന്യമൃഗ പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങളൊരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. 11 kV ലൈനിലേക്ക് വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ വെട്ടിനീക്കണമെന്നാവശ്യപ്പെട്ട് KCB അധികൃതർ ഭൂവുടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം ചൊക്കന മേഖലയിലേക്കുള്ള 11 kV ലൈൻ ABC കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും ഇനിയും നടപ്പായിട്ടില്ല. മരം വീണ കമ്പികൾ പൊട്ടുന്നതുപോലെ എളുപ്പത്തിൽ കേബിൾ ലൈൻ പൊട്ടില്ല എന്നതിനാൽ ചൊക്കന കാരിക്കടവ് ശാസ്താംപൂവം മേഖലയിലേക്ക് തടസ്സം കൂടാതെ വൈദ്യുതി എത്തിക്കാൻ ABC ലൈൻ വലിച്ചാൽ സാധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. TCV ന്യൂസ്, കൊടകര. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ശില്പശാല തൃശൂരിൽ നടന്നു. ചെമ്പൂക്കാവ് ജവഹർ ബാലഭവനിൽ നടന്ന ശില്പശാല CITU സംസ്ഥാന കമ്മിറ്റി അംഗം AC ആവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് BV വിജയൻ അധ്യക്ഷത വഹിച്ചു. വർഗീയതയ്ക്കെതിരെ വർഗൈക്യം എന്ന വിഷയത്തിൽ മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ക്ലാസ് എടുത്തു. സംസ്ഥാന സെക്രട്ടറി KCCB, അസിസ്റ്റന്റ് സെക്രട്ടറി MT ജോർജ്, ജില്ലാ സെക്രട്ടറി NG സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന വൈദ്യുതി ബോർഡിൽ ദിവസവേതനത്തിലും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന 20,000-ഓളം അംഗങ്ങളുള്ള സംഘടനയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി തൊഴിൽ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ഭാവി പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുന്നതിനു വേണ്ടിയാണ് തൃശൂരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുത്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഡ്യൂട്ടി റെസ്റ്റ് പുനഃസ്ഥാപിക്കുക, പ്രമോഷൻ നടപടികൾ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് VV ഷിജു അധ്യക്ഷത വഹിച്ചു. രംജീഷ് PR, അരുൺ S, അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഭരണകൂടത്തിന്റെ കൃത്യമായ ബാധ്യത സമരം തന്നെ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യത്തിൽ എല്ലാവിധ ബസ് യാത്രക്കാരായ വിദ്യാർത്ഥികൾ നേരിടുന്ന യാത്രാ ദുരിതത്തെക്കുറിച്ച് ജില്ലാ കളക്ടർക്ക് തിരക്കഥാകൃത്ത് PS റഫീഖിന്റെ സങ്കട ഹർജി. തൃശൂരിലെ കോളേജിലെ പഠിക്കുന്ന തന്റെ മകൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ യാത്രാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് റഫീഖ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് തുറന്ന കത്തെഴുതിയത്. പല സ്വകാര്യ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗജന്യം നൽകാൻ തയ്യാറാകുന്നില്ലെന്നും കൺസെഷന്റെ പേരിൽ ബസ് ജീവനക്കാരിൽ ചിലർ കുട്ടികളുടെ അപമര്യാദയായി പെരുമാറുകയാണെന്നും PS റഫീഖ് കത്തിൽ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ കളക്ടറുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥനയോടുകൂടിയാണ് കത്ത് അവസാനിക്കുന്നത്. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ ഉൾപ്പെടെ യാത്രക്കാരായ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അവഹേളനത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് PS റഫീഖ് തന്റെ കത്തിലൂടെ വിവരിക്കുന്നത്.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. UDF ചെയർമാൻ NA സാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ്, നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർമാൻ SA ആസാദ്, MH ഷാനവാസ്, ജെയ്സൺ മാത്യു എന്നിവർ സംസാരിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് വുമൺസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്പെഷ്യൽ ചേംബർ ഷോപ്പേഴ്സ് കാരവൻ പ്രദർശന വിപണനമേള ആഗസ്റ്റ് 2-3 തീയതികളിൽ തൃശൂരിൽ സംഘടിപ്പിക്കും. തൃശൂർ കാസിനോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വിപണനമേളയുടെ ഉദ്ഘാടനം ആഗസ്റ്റ് 2 രാവിലെ 9 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ അരവിന്ദ് നിർവഹിക്കും. വിപണനമേളയ്ക്ക് മുന്നോടിയായി ആഗസ്റ്റ് 1 ചേംബർ ഓഫീസിന് മുന്നിൽ നിന്നും സ്വരാജ് റൗണ്ട് ചുറ്റി വിളംബര ജാഥയും സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 10 മുതൽ രാത്രി 9 വരെ നടത്തുന്ന മേളയിൽ പ്രവേശനം സൗജന്യമായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് വുമൺസ് വിംഗ് പ്രസിഡന്റ് ഡോക്ടർ കനക പ്രതാപ്, വൈസ് പ്രസിഡന്റ് റൂബി ജോൺ, സെക്രട്ടറി മൃത്യു നിക്സൺ, ജോയിന്റ് സെക്രട്ടറി സബീന മുസ്തഫ, ട്രഷറർ മായ എസ്, പരമശിവം എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ അരമനകൾ കയറി പ്രീണിപ്പിക്കുവാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് സന്യസ്തർക്കും മിഷണറിമാർക്കും സംഘപരിവാർ കുറ്റപത്രം നൽകുകയാണെന്ന് രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മോറലി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് RJD ജില്ലാ കമ്മിറ്റി തൃശൂർ സാഹിത്യ അക്കാദമിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KC വർഗീസ്, ജോർജ് K തോമസ്, വിൻസെന്റ് പുത്തൂർ, കാവ്യ പ്രദീപ്, ജോർജ് K തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. അമല RHTC വെള്ളാറ്റിനൂരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൗഹൃദം കൂട്ടായ്മയുടെ അക്ഷരക്കൂട്ട് ലൈബ്രറിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. വെള്ളാറ്റന്നൂർ ചെറുപുഷ്പാലയം കോൺവെന്റിലാണ് ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. ഗ്രന്ഥശാലയ്ക്കുള്ള ഭൂരിഭാഗം പുസ്തകങ്ങളും സംഭാവനയിലൂടെയാണ് സ്വരൂപിച്ചത്. ഹെൽത്ത് സെന്റർ ഇൻചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CM ശ്രുതി, സൗഹൃദം കൂട്ടായ്മ പ്രസിഡന്റ് ശങ്കരൻകുട്ടി, MGS നായർ, ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കി പണിയുന്ന തോന്നലൂർ 84 നമ്പർ അങ്കനവാടിയുടെ ശിലാസ്ഥാപനം MLA AC മൊയ്തീൻ നിർവഹിച്ചു. 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കനവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷെർലി ദിലീപ് കുമാർ, CF ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. വർഷങ്ങളായി എരുമപ്പെട്ടിയിൽ വാടക കെട്ടിടത്തിലാണ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്തു തന്നെയുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് സൗജന്യമായി നൽകിയ 7 സെന്റ് സ്ഥലത്താണ് 2 നിലകളോട് കൂടിയ രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വകുപ്പ് ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് അംഗങ്ങളായ റീന വർഗീസ്, സതി മണികണ്ഠൻ, സബ് രജിസ്ട്രാർ ദീപക് പോൾ, ആധാരം എഴുത്തുകാരുടെ പ്രതിനിധി ഫിൻഡോ ഫ്രാൻസിസ്, ജോസ് ചൂണ്ടൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃപ്രയാർ ടെമ്പിൾ സിറ്റി ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആഗസ്റ്റ് 1 വൈകിട്ട് നടക്കും. ലയൺസ് ക്ലബ് ജില്ലാ ഭാരവാഹികളായ ടോണി ഏനോക്കാരൻ, സുരേഷ് K വാര്യർ, KM അഷ്റഫ് എന്നിവർ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഷാജി ചാലിശ്ശേരി, സൂരജ് വേളയിൽ, RI സക്രിയ, ജോസ് താടിക്കാരൻ, ബാബു കുന്നുങ്ങൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ താഴപ്ര വെട്ടിക്കാട്ടിരി റോഡിന്റെ ദുരന്താവസ്ഥയ്ക്കെതിരെ UDF പ്രതിഷേധം. കുണ്ടും കുഴിയും നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത റോഡിൽ വാഴനട്ട് പ്രവർത്തകർ പ്രതിഷേധിച്ചു. PS അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. NA ഇബ്രാഹിം, NY അബ്ബാസ്, VM ജാഫർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടത്തിലൂടെ ദേവരാഗമായി ചമയവും ചാമരവുമില്ലാത്ത അമരക്കാരനായ ഭരതന്റെ ഓർമ്മകൾക്ക് 24 വയസ്സ്.
തൃശൂർ ഏങ്കേക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് സിനിമയുടെ ക്യാൻവാസിലേക്ക് പറന്നുയർന്ന അതുല്യ പ്രതിഭ. ചിത്രകലാപഠനത്തിനു ശേഷം അമ്മാവൻ PN മേനോന്റെ കൈപിടിച്ച് ചലച്ചിത്ര ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ച ഭരതൻ 1972 പുറത്തിറങ്ങിയ ചെമ്പരത്തി എന്ന സിനിമയുടെ കലാസംവിധായകനായി. പിന്നീട് 1975 പത്മരാജന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ പ്രയാണം എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി. ഈ ചിത്രം അദ്ദേഹത്തിനെ ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കി. ഒരിക്കലും മായാത്ത ഭരതൻ മാജിക്കാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. എന്നെ പേടിച്ച് അച്ഛൻ കാവലി കിടക്കാൻ തുടങ്ങിയത് നന്നായി. പാതിരായ്ക്ക് തലയ്ക്കടിച്ച് പണി തീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങായിപ്പോ. കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി. പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പിറന്നവനായിരിക്കില്ല ഈ ബാലൻ. പച്ചയായ ജീവിതങ്ങളുടെ നേർക്കാഴ്ചകളാണ് ഓരോ ഭരതൻ ചിത്രങ്ങളും. നാട്ടിടവഴികളിൽ നാം കണ്ടുമറന്ന ചമയങ്ങളില്ലാത്ത ചിരപരിചിതരായ മനുഷ്യരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ക്യാൻവാസാക്കി അദ്ദേഹം തിരശീലയെ മാറ്റി. ആരവം, ലോറി, തകര, വെങ്കലം, പാളങ്ങൾ തുടങ്ങി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വേറിട്ട മനുഷ്യരെ കഥാപാത്രങ്ങളാക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. ലോക ക്ലാസിക്കുകളോട് കിടപിടിക്കുന്ന ദൃശ്യഭംഗിയാണ് ഭരതൻ ചിത്രങ്ങളുടെ മറ്റൊരു മാജിക്. വൈശാലി, താഴ്വാരം എന്നീ ചിത്രങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. മലയാളത്തിലും തമിഴിലുമായി 40ഓളം സിനിമകൾ സംവിധാനം ചെയ്ത ഭരതന്റെ സിനിമകൾ സമാന്തര സിനിമകളുടെ നിറക്കൂട്ടുകളായിരുന്നു. വീണ്ടും കേൾക്കാനും മൂളാനും കൊതിക്കുന്ന ഗാനങ്ങളായിരുന്നു ഭരതൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. ചമയങ്ങളില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം മറഞ്ഞുവെങ്കിലും 80കളെ മലയാള സിനിമയുടെ കാൽപ്പനിക കാലഘട്ടമാക്കിയ ഭരതൻ ടച്ച് എന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ കോപ്പറേറ്റീവ് കോളേജ് അക്ഷരം സാഹിത്യവേദിയുടെയും സുഹൃത്ത് സംഘത്തിന്റെയും നേതൃത്വത്തിൽ ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 27ാം ഓർമ്മദിനം ആചരിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. സുഹൃത്ത് സംഘം ചെയർമാൻ KB പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഗീതം സംഗീതം ചെയർമാൻ മുഹമ്മദ് റഷീദ്, കോപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് TS സജീവൻ, സുകുമാരൻ, ചിത്രസൗധം മധു ആനലൂർ, T സുരേഷ് കുമാർ, അനഗേഷ് എന്നിവർ സംസാരിച്ചു. അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഇവിടത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുന്നു. തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ സേഫ് ആൻഡ് AI പിന്തുണയുള്ള മരുന്ന് സുരക്ഷാ സംവിധാനത്തിലും അമല AI ലാബിന്റെ ഔദ്യോഗിക സോഫ്റ്റ് ലോഞ്ചിങ്ങിനും ആഗസ്റ്റ് 2 തുടക്കം കുറിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അമല മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഫാർമക്കോളജി വിഭാഗം ആഗസ്റ്റ് 2 നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് സേഫ് AI പിന്തുണയുള്ള സുരക്ഷാ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത്. അതോടൊപ്പം അമല AI ലാബിന്റെ സോഫ്റ്റ് ലോഞ്ചിങ്ങിനും നടക്കും. വാർത്താ സമ്മേളനത്തിൽ അമല അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി മണ്ണുമ്മൽ, ഡോക്ടർ അസിസ്റ്റന്റ് AI CEO അഭിലാഷ് രഘുനന്ദൻ, ഫാർമക്കോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബോണി രാജൻ, ഡോക്ടർ VK പ്രതിഭ, സുജിത് K സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രവർത്തക കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MC ലാസർ അധ്യക്ഷത വഹിച്ചു. വാർഡ് ജേതാവും പൂർവ്വ അധ്യാപകനുമായ KR ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു. CR മാത്യു, KE ലാസർ, TC ജാൻസി, CF ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന അന്തർദേശീയ കൂടിയാട്ട മഹോത്സവത്തിന് കലാമണ്ഡലത്തിൽ തുടക്കമായി. നർത്തകി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ, ഡോക്ടർ KG പൗലോസ്, ഡോക്ടർ MV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂടിയാട്ട മഹോത്സവം ശനിയാഴ്ച സമാപിക്കും. But made Kalamandalam grow and grow. He had come to my performance. He surprised me by asking, just by seeing my
ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഇല്ലം നിറ ആഘോഷിച്ചു. കഴിഞ്ഞ ദിവസം കോട്ടിലാക്കൽ പറമ്പിൽ നിന്നും കൊയ്തെടുത്ത നെൽക്കറ്റകൾ ക്ഷേത്രം കിഴക്കേ നടയിലെ ആൽത്തറയിൽ എത്തിച്ചിരുന്നു. പിന്നീട് നെൽക്കറ്റകൾ കിഴക്കേ നടയിലെ പടിയിലെത്തിച്ചു. തുടർന്ന് ക്ഷേത്രം തന്ത്രി നഗരമണ് ത്രിവിക്രമൻ നമ്പൂതിരി നെൽക്കറ്റകൾ നാദസ്വരത്തിന്റെ അകമ്പടിയോടുകൂടി തലച്ചുമടയിൽ ആദ്യ പ്രദക്ഷിണം പൂർത്തീകരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചു. പൂജകൾക്ക് ശേഷം ക്ഷേത്ര ചുറ്റമ്പലത്തിലെ വിവിധ സ്ഥലങ്ങളിലും കൂത്തമ്പലത്തിലും കോട്ടിലാക്കൽ പറമ്പിലെ ദേവസ്വം ഓഫീസിലും നെൽക്കതിരുകൾ സ്ഥാപിച്ചു. തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്തിലെ ആലത്തൂർ ALP സ്കൂളിലെ കുട്ടികൾ കർക്കിടക പത്തിലത്തോരൻ തയ്യാറാക്കി. ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ വേറിട്ട പ്രവർത്തനം വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചത്. പത്തിലത്തോരൻ തയ്യാറാക്കുവാനുള്ള വിവിധയിനം ഇലകൾ വിദ്യാർത്ഥികൾ തന്നെയാണ് ശേഖരിച്ചത്. പ്രധാനാധ്യാപിക PM ജിൻസ, PTA പ്രസിഡന്റ് KJ ജയരാജ്, MPTA പ്രസിഡന്റ് പ്രിൻസി പൗലോസ്, MM ഗോവിന്ദ്, TR കൃഷ്ണപ്രിയ, CG അനൂപ് എന്നിവർ നേതൃത്വം നൽകി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ വർക്ക് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇത്തിരി ഇടം ഒത്തിരി വിളവ് എന്ന പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് പച്ചക്കറികൾ സംഭാവന ചെയ്ത് മാതൃകയായി. കുട്ടികൾ അവരുടെ വീടുകളിലേക്ക് തോട്ടങ്ങളിൽ നിന്നും സ്കൂളിന്റെ കൃഷിയിടത്തിൽ നിന്നും വിളവെടുത്ത പച്ചക്കറികളാണ് ഉച്ചഭക്ഷണത്തിനായി നൽകിയത്. സ്കൂൾ പ്രധാന അധ്യാപകൻ MK സൈമൺ, അധ്യാപികയായ EA ലിസി എന്നിവർ സംസാരിച്ചു. ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറപുത്തിരി ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി ജയചന്ദ്രൻ എംഭ്രാന്തിരി ചടങ്ങുകൾക്ക് കാർമ്മികനായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വെളുത്താർ ശിവശങ്കരൻ, ജനറൽ സെക്രട്ടറി കക്കാട്ട് ഗോവിന്ദൻകുട്ടി, കോർഡിനേറ്റർ വിജയൻ കുറുപ്പ്, ട്രഷറർ പട്ടിപ്പറമ്പിൽ ശിവരാമൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ ക്യാമ്പയിൻ നടത്തി. കരുമത്ര വടക്കേക്കര വാർഡിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത മുഴുവൻ പേർക്കും വോട്ടവകാശം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സൗജന്യമായി വോട്ടർ ക്യാമ്പയിൻ നടത്തിയത്. TCC ജനറൽ സെക്രട്ടറി PJ രാജു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട്, മഹാത്മാ സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട്, ഭാരവാഹികളായ ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, ജസ്റ്റിൻ പാണയങ്ങാടൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ആനപ്പുഴ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടന്നു. മേൽശാന്തി യായതി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് PB മുരളി മോഹനൻ, സെക്രട്ടറി TR ഉണ്ണികൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ PA ദേവദാസ്, PV സന്തോഷ് കുമാർ, PS ബാബു, UK സന്തോഷ്, UH രാജീവ് ലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പറങ്ങോട്ടുകാവിൽ ഇല്ലം നിറ ക്ഷേത്രം മേൽശാന്തി സുഭാഷിന്റെ കാർമ്മികത്വത്തിൽ നടന്നു. ക്ഷേത്രം ജൂനിയർ ഓഫീസർ N സുമ, ഉപദേശക സമിതി പ്രസിഡന്റ് മുരളീധരൻ, സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് രവി, ജോയിന്റ് സെക്രട്ടറി ഷീല പണിക്കർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാടുകുറ്റി പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെയും MLAക്കെതിരെയും LDF നടത്തുന്ന കുപ്രപ്രചരണങ്ങളിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് കണ്ണത്ത് അധ്യക്ഷനായി. നേതാക്കളായ ജോബി മാനുവൽ, ജോസ് മാളിയങ്കൽ, മോളി തോമസ്, ലീന ഡേവിസ് എന്നിവർ സംസാരിച്ചു. പിണറായി വിജയന്റെ ഗവൺമെന്റ് തിരുവിലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. മരുതേരി അനിൽ നമ്പൂതിരി, മുണ്ടക്കൽ വാമനൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
കൊളത്തൂർ കൊളത്തുകാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറക്കി മേൽശാന്തി നടുവത്മന നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കർക്കിടക മാസത്തിലെ അത്തം നക്ഷത്രത്തിൽ നടത്തിയ ക്ഷേത്രം കഴകം രവി നമ്പീശൻ, ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ, സെക്രട്ടറി അരുൺകുമാർ, ആധ്യാത്മികാചാര്യൻ പുരാണശ്രീ കൊളത്തൂർ പുരുഷോത്തമൻ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഗണേശമംഗലം സ്വാതന്ത്ര്യം സഹായ സമിതിയുടെ വാർഷികം ആഘോഷിച്ചു. മുൻ MP TN പ്രതാപൻ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സൂരത് കുമാർ സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. CP രാജേന്ദ്രകുമാർ, പ്രദീപ് പണ്ടാരൻ, അനിൽകുമാർ, പ്രേമൻ ചാണശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇടങ്ങളിലും നാം ഉണ്ടാക്കേണ്ടതല്ലെന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ അമ്മമാരെ കുറിച്ച് എപ്പോഴും ആകുലപ്പെടും നാം. കാരണം നമ്മുടെ അമ്മമാരുടെ ആകുലത മുഴുവൻ മക്കളെ കുറിച്ചാണ്. മക്കളെ കുറിച്ചിട്ടുള്ള ആകുലതയിൽ അധികവും നിറയുന്നത് മക്കൾ ആരായിരിക്കും എന്ന പേടിയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് മോക്ക് ഡ്രിൽ നടന്നു. ഹെഡ്മിസ്ട്രസ് ഷെർലി ആന്റണി, കോർഡിനേറ്റേഴ്സ് ജൂനി റിയ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തൃശൂർ പഴുവിൽ അസീസിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓർഗാനിക് എക്സ്പോയുടെ ഭാഗമായി നടന്ന സെമിനാറിന്റെ ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. അസീസിയ ഗ്രൂപ്പ് ചെയർമാൻ PM അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അസീസിയ ഗ്രൂപ്പ് ഡയറക്ടർ സിയാദ് അബ്ദുൾ, അസീസ് സഫ്രലി, ഇസ്മായിൽ, CK സെൽവൻ, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി, K രാമചന്ദ്രൻ, വാർഡംഗം ഷിമ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളായ വയോധികരെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയി ദേശമംഗലം പഞ്ചായത്ത് അംഗം PA ഷാനവാസ്. കുടുംബശ്രീ പ്രവർത്തകരും ആശാവർക്കർമാരും അടങ്ങുന്ന 55 അംഗ സംഘമാണ് വിനോദയാത്ര നടത്തിയത്. വരിക്കാശ്ശേരി മന, പാലക്കാട് കോട്ട, മലമ്പുഴ ഡാം എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളാങ്ങല്ലൂരിൽ ഭർതൃപീഡനത്തെ തുടർന്ന് ഗർഭിണി ജീവനൊടുക്കി. കാരുമാത്ര സ്വദേശി നൌഫലിന്റെ ഭാര്യ ഫസീലിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെയും ഭർതൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്നത് പകൽക്കൊള്ള. പ്രീമിയം പാർക്കിംഗ് എന്ന പേരിൽ ഈടാക്കുന്നത് കഴുത്തറുപ്പൻ ഫീസ്. ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകും. ഭരണപ്രതിപക്ഷ പോരിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കൌൺസിൽ യോഗ സ്തംഭനം തുടർക്കഥയാകുന്നു. തർക്കത്തെ തുടർന്ന് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് നഗരവികസനവുമായി ബന്ധപ്പെട്ട 100 കണക്കിന് വിഷയങ്ങൾ. മുളയം കൂട്ടാലയിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതിയുടെ മൊഴി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിലെ ക്രമക്കേട്. സെക്രട്ടറി ജിജേഷിനെ സസ്പെൻഡ് ചെയ്തു. കർഷകർക്ക് നൽകുവാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുവാനും തുക സെക്രട്ടറിയിൽ നിന്നും ഈടാക്കുവാനും ഭരണസമിതി തീരുമാനം. അകമലയിൽ കടുവയെ കണ്ടെന്ന അഭ്യൂഹം. വനം വകുപ്പ് സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.